അങ്ങനെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നു. 10 ദിവസം എത്ര പെട്ടെന്നാ പോയതല്ലേ. ഓണവും സദ്യയും ഓണപരിപാടിയും എല്ലാം ആയിട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടിയുടെ കാര്യം പറയാനുണ്ടോ, കൂടെ തന്നെയില്ലേ നല്ല കാര്യമായിട്ട് കൈയൊന്ന് പൊള്ളി. പക്ഷെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയാവോ, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടിയുടെ സ്നാക്ക് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലും ഒക്കെ എടുക്കുന്നില്ലേ, അതുകൊണ്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷെ കഴുകിയതില്ലേ, കുറച്ച് തിളച്ചവെള്ളമായിപ്പോയി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് രണ്ട് ബ്രെഡ് എടുത്ത് നന്നായിട്ട് ഇത് ടോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുന്ന ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം വീട്ടിൽ വെച്ച് കഴിക്കാൻ. അതിൽ ഞാൻ പീനട്ട് ബട്ടറൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഡ്രൈ ക്രൺബെറി ഇല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്നാക്ക് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവൾ വരും, അതുകൊണ്ട് ലഞ്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ. എന്നിട്ട് വാട്ടർ ബോട്ടിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇമ്മക്കുട്ടിയെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അതൊരു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു വിധത്തിൽ ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുകയാണ് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ ഞാൻ കഥയൊക്കെ വായിച്ചു കൊടുത്ത് ഒരു വിധത്തിൽ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി. അങ്ങനെ ഞാൻ റെഡിയായി, നമ്മൾ സ്കൂളിലേക്ക് വിടാൻ പോവാണ്. സ്കൂളിലേക്ക് വിടാൻ പോകുമ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഞാൻ കുറച്ച് വൈബാക്കി അവളെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ സ്കൂളിൽ കൊണ്ടാക്കി ആളൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ പോന്നു.